ദില്ലി സ്ഫോടനത്തിന് എന്തുകൊണ്ട് ഇന്ത്യ മറുപടി കൊടുക്കുന്നില്ല എന്ന ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. അതിൽ ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല. ഇന്ത്യ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ലോകത്തിന് മുൻപിൽ ഒരു ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ ചിത്രം മറ്റൊന്നുമല്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്താണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിനെ പറ്റിയിട്ട് ലോകത്തിന് കൃത്യമായ ധാരണയുണ്ട്, എല്ലാവർക്കും അതിനെപ്പറ്റി വ്യക്തമായ ബോധ്യവുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഇന്ത്യ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയുടെ മിന്നലാക്രമണം എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടല്ലോ, സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ആൾക്കാർ പോയിട്ട് കൃത്യമായ മറുപടി കൊടുത്ത് ഒരു ഭീകര കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ച് അവരെയൊക്കെ കൊന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ മിസൈൽ സ്ട്രൈക്ക് നടത്തി, ഭീകര കേന്ദ്രങ്ങളിലേക്കെല്ലാം മിസൈൽ ആക്രമണം നടത്തി. പക്ഷേ ഇതൊക്കെ സാധാരണഗതിയിലുള്ള ഓപ്പറേഷനുകളാണ്. ഇത്തരം ഓപ്പറേഷനല്ല, യുദ്ധസമാനമായ മറ്റ് ഓപ്പറേഷനുകൾ ഇന്ത്യക്ക് നടത്താനാകും. അതിവേഗത്തിൽ, മിന്നൽ വേഗത്തിൽ, സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് മുകളിൽ ഇത്തരത്തിലുള്ള യുദ്ധസമാനമായ ഒരു യുദ്ധം, ഒരു വലിയ യുദ്ധം, നിമിഷങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധം നടത്തി പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മിന്നൽ ആക്രമണം നടത്തുന്നു, ഇല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നു. അത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടൊക്കെ ഇന്ത്യക്ക് സുരക്ഷിതമായി പിൻവാങ്ങാൻ കഴിയും. പക്ഷെ അതല്ല, ഒരു യുദ്ധം പൂർണ്ണ സജ്ജമായിട്ട് പൂർണ്ണ രീതിയിലുള്ള ഒരു യുദ്ധം നടത്താനായിട്ട് നടത്തിയ ശേഷം ശത്രു ആ യുദ്ധം ഏറ്റുവാങ്ങി പകച്ചു നിൽക്കുന്ന സമയത്ത് കൊണ്ട് ഇന്ത്യ പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിശക്തമായ അതിവേഗത്തിലുള്ള ഒരു സൈനിക സംവിധാനം വേണം. അങ്ങനെ ഒരു സൈനിക സംവിധാനമുണ്ടോ? അങ്ങനെ ഒരു സൈനിക സംവിധാനം ഉണ്ട് എന്നും അത് കൃത്യമായിട്ടും ശക്തമായും ഇന്ത്യ ഈ പറയുന്ന പോലെ മിന്നൽ വേഗത്തിൽ പ്രവർത്തിച്ച് മടങ്ങി വരും എന്നുള്ളതും തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ തെളിയിച്ചത് ഏതാണ്ട് 5 ദിവസം മുൻപ് നടന്ന ഒരു സൈനിക അഭ്യാസത്തിലൂടെയാണ്. അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ സൈന്യം പുറത്തുവിട്ടിരുന്നു. നമ്മളുടെ സൈന്യത്തിൻ്റെ ഉന്നത മേധാവികൾ പലരും അതിൽ പങ്കെടുക്കുകയും അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്ത് പൂർണ്ണ തൃപ്തിയും സംതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ കേട്ടതാണ് പല വിധത്തിലുള്ള ബ്രിഗേഡുകൾ ഇന്ത്യൻ സൈന്യം രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട്. അത്തരത്തിൽ രൂപീകരിച്ച രുദ്ര ബ്രിഗേഡ്, ആ രുദ്ര ബ്രിഗേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായ ഒരു സൈനിക യൂണിറ്റ് അല്ല, ഒരു സൈനിക റെജിമെൻറ്റോ അതിൻ്റെ ഭാഗമോ ആയിട്ട് മാത്രം നിൽക്കുന്നവരില്ല. രുദ്ര ബ്രിഗേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസജ്ജമായി ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ ശേഷിയുള്ള, യുദ്ധം ചെയ്ത് തിരിച്ചു വരാൻ ശേഷിയുള്ള, ഒരു ഓർഡർ കൊടുത്താൽ യുദ്ധം ചെയ്ത് തിരിച്ചു വരും, മുഴുവൻ കാര്യവും നടപ്പിലാക്കി തിരിച്ചെത്തുന്ന സംഘം. ആ സംഘത്തിന് പൂർണ്ണ തോതിലുള്ള അതിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി, അതിന് എല്ലാ തരത്തിലും പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി, ഒരു സ്വിച്ച് ഇട്ടാൽ പോയി ചെയ്തിട്ട് വരുമെന്നുള്ള അവസ്ഥയിൽ അതിനെ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുവേണ്ടിയിട്ട് തൃശ്ശൂൽ എന്ന പേരിൽ ഒരു സംയോജിത ഓപ്പറേഷനുമൊക്കെ ഇന്ത്യ ഇപ്പോൾ നടത്തിയിരുന്നു. അതിൻ്റെ പരീക്ഷണവും അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് രുദ്ര ബ്രിഗേഡിൻ്റെ ലക്ഷ്യം. രുദ്ര ബ്രിഗേഡ് ഒരു കോൾഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റ് മുൻപ് നമ്മൾ 2001 പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടായപ്പോഴത്തേക്കും നമ്മൾ രൂപീകരിച്ച കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ യൂണിറ്റിൻ്റെ വിപുലീകരിച്ച, നവീകരിച്ച, അത്യാധുനിക സംവിധാനങ്ങളും ടെക്നോളജികളും ഒക്കെ ചേർത്തൊരു വിങ്ങാണ് ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സംഘത്തെ ഇന്ത്യ രൂപീകരിച്ച 2001 നമ്മൾ ഈ 2001 നമുക്ക് നേരെ ഉണ്ടായ പാർലമെൻറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ വലിയ തോതിൽ സൈന്യത്തെ സജ്ജീകരിച്ച് മുന്നിലേക്ക് നിർത്തി. ഈ പറയുന്ന അതിർത്തി മേഖലകളിലേക്ക് യുദ്ധമുഖം തുറന്നുകൊണ്ട് ഇന്ത്യ ചെന്നപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം വന്ന് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയും പാകിസ്ഥാനും ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി. നമുക്ക് വലിയ തോതിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വരും, എല്ലാ രാജ്യങ്ങൾക്കും വരും. യുദ്ധം ആര് ചെയ്താലും നമ്മളടക്കമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ യുക്രൈന് മേലും റഷ്യയ്ക്ക് മേലും എല്ലാം സമ്മർദ്ദം ചെലുത്താറുണ്ട്. ഈ പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ഇസ്രായേലിനെതിരായിട്ട് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ടോ ആ യുദ്ധങ്ങളെല്ലാം അപലപിക്കാനും അതിനെതിരായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ നമുക്കപ്പോൾ നോവേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും. അങ്ങനെ തിരിച്ചടിക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ ഇതുപോലെ സമ്മർദ്ദമായിട്ട് വന്നാലോ, അപ്പോൾ നമ്മൾ അതിനുള്ള സമ്മർദ്ദത്തിനുള്ള ഇട കൊടുക്കരുത്. സമ്മർദ്ദം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ അടിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ എന്ന് പറയാം. ഓക്കെ, ശരി. പക്ഷേ അത് മാത്രമല്ല, അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം നടത്താനായിട്ടുള്ള സംവിധാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് കോൾഡ് സ്റ്റാർട്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിക്കുന്നത്. അന്ന് രൂപീകരിച്ചതിന് ശേഷം പിന്നീട് സർക്കാർ മാറിയപ്പോൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ അവർ ഈ പറയുന്ന കോൾഡ് സ്റ്റാർട്ടിനെ വേണ്ട എന്ന് വെച്ചു.
അവർക്ക് ഇത്തരത്തിലുള്ള താല്പര്യമൊന്നുമില്ല. സൈനികർക്ക് നല്ല യൂണിഫോം പോലും കൊടുക്കണമെന്ന് താല്പര്യമില്ലാതിരുന്ന സർക്കാരാണ് UPA സർക്കാരുകൾ. ജനറൽ VK സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൈന്യത്തിലുള്ള ആൾക്കാർക്ക് ഒരു നിശ്ചിത അളവിലുള്ള യൂണിഫോം തയ്ച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം അളവിലുള്ള വലിയ പാൻറ്റും വലിയ ഷർട്ടും ഒക്കെ ഇട്ട് അവർ നടക്കേണ്ടി വരുമായിരുന്നു. നമ്മളത് പഴയ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്ത് നോക്കി അറിയാൻ കഴിയും. സാധാരണ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കിടക്കുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ കഴിയും. പഴയ വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് നോക്കിയാൽ അത് മാറ്റിയിട്ട് സൈനികർക്ക് ആവശ്യമായ അളവിലുള്ള യൂണിഫോം തുന്നി അവർക്ക് തന്നെ ഇടാം, അതിനുള്ള പണം പട്ടാളം നൽകും എന്നുള്ളത് കൊണ്ടുവന്നത് ജനറൽ VK സിംഗ് ആണ്. VK സിംഗ് അത് കൊണ്ടുവരാനായിട്ട് എത്രയോ കാലമെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജനറലായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം കയറിയ സമയത്തെങ്ങാണ്ട് നടപടി തുടങ്ങി. പിന്നീട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഒരു തീരുമാനമായത്. പിന്നെ പട്ടാളത്തിന് അതിൻ്റേതായ ഒരു സ്വന്തം നട്ടലുണ്ടായതും അതിന് ധൈര്യമായിട്ട് നിൽക്കാനായതുമൊക്കെ ഇന്ത്യൻ പട്ടാളത്തിന് ഭയങ്കര ശേഷിയുള്ള ഒരു പട്ടാളമാണ്. ഏത് സർക്കാർ വന്നാലും എങ്ങനെ വന്നാലും അവരവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം അത് ഒരു ക്ഷാത്രവീര്യം കൂടുതലാണ് ഇന്ത്യൻ പട്ടാളത്തിന് എന്നുള്ളത് സ്വാഭാവികമുള്ള കാര്യമാണ്. കാരണം അത്രയേറെ യുദ്ധങ്ങൾ ചെയ്ത് ശീലിച്ച, അത്രയേറെ പാരമ്പര്യമുള്ള ഒരു വീര്യമുള്ള സൈന്യമാണ് നമ്മുടേത്. ആ സൈന്യത്തിൻ്റെ വീര്യം കെടുത്താനായിട്ട് കോൺഗ്രസ് സർക്കാർ നെഹ്റു മുതൽ ഇങ്ങോട്ട് മുഴുവൻ ആൾക്കാരും പഠിച്ച പണിട്ട് നോക്കിയിട്ട് നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ വീര്യത്തിലേക്ക്, സിംഹവീര്യത്തിലേക്ക് അവർ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ബ്രിഗേഡിയർ JP ദൽവി എഴുതിയൊരു പുസ്തകമുണ്ട്. 1962 വാറിനെ പറ്റിയിട്ടാണ്, ഇന്ത്യ ചൈന യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. അതിൽ സർദാർ പട്ടേൽ നെഹ്റുവിന് അയച്ച ഒരു കത്തിനെ പറ്റിയിട്ട് ഹിമാലയൻ ബ്ലണ്ടർ എന്ന പുസ്തകത്തിൽ ബ്രിഗേഡിയർ JP ദൽവി പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് സൈന്യത്തിന് ആയുധം നൽകിയില്ലെങ്കിൽ ഈ പറയുന്ന സൈന്യം അടുത്ത് വരാൻ പോകുന്ന യുദ്ധങ്ങളിലൊക്കെ പരാജയപ്പെടുമെന്ന് പട്ടേൽ പറഞ്ഞതായിട്ട് ആ പുസ്തകം 1962 വാറിനെ പറ്റിയിട്ടുള്ള പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പട്ടേൽ പണ്ട് പറഞ്ഞിരുന്നതായിട്ട്, പട്ടേൽ നെഹ്റുവിന് അയച്ച കത്തിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പട്ടേൽ ആദ്യമേ പറഞ്ഞിരുന്നു, ഇങ്ങനെ നിങ്ങൾ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഇത് കൊടുക്കണം. പക്ഷേ നെഹ്റു അത് കൊടുക്കാതിരുന്നത് ആ സമയത്ത് സ്വതന്ത്രമായ എല്ലാ രാജ്യങ്ങളും പട്ടാള അട്ടിമറിയിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് ഭയന്നിട്ടാണ്. ഇന്ത്യയിലും ഒരു പട്ടാള അട്ടിമറി നടക്കുന്നത്. ആ ഭയം ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇന്ത്യയിലെ സൈന്യം അങ്ങനെയല്ല. നമ്മുടെ സാമാന്യ രക്ഷ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരയോട്, എനിക്ക് ജനറലിൻ്റെ ശമ്പളം മാത്രമേ തരുന്നുള്ളൂ, അതുകൊണ്ട് ആ ജോലിയെ ചെയ്യാൻ കഴിയുള്ളൂ, പ്രധാനമന്ത്രിയുടെ ജോലി കൂടി എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിലപാട് എന്നുള്ളത്. അവരെ ഏൽപ്പിക്കുന്ന ജോലിയാണ് അവർ കൃത്യമായിട്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അങ്ങനെ വീര്യമുള്ള ഈ സൈന്യം കൃത്യമായി, ശക്തമായി, സൂക്ഷ്മമായി ആക്രമണം നടത്തി തിരിച്ചു വരാൻ ശേഷിയുള്ളതായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് രുദ്ര ബ്രിഗേഡിനെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ രുദ്ര ബ്രിഗേഡ് ഒരു സ്ട്രൈക്ക് ടീമാണ്, ഓപ്പറേഷൻ ടീമാണ്. ഓപ്പറേഷൻ പരാക്രമ 2001 നമ്മൾ നടത്താൻ പോയതാണ്, അത് നടത്താനായിട്ട് നിന്നതാണ്. അപ്പോൾ അതിനാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ ഈ പറയുന്ന രുദ്ര ബ്രിഗേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻട്രി ഉണ്ടായിരിക്കും, അതിൻ്റെ അത് കാലാൾപ്പട ഉണ്ടായിരിക്കും, ആർമേഡ് വിഭാഗം ഉണ്ടായിരിക്കും. ആർമേഡ് എന്ന് പറഞ്ഞാൽ കവചിത വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെറൈനുകളിലും പോകാൻ കഴിയുന്ന വിഭാഗമാണ്. അതിൻ്റെ അകത്ത് ഒരു ആർമേഡ് വെഹിക്കിളുണ്ട്. ആ വെഹിക്കിളിനകത്ത് കുറേ ആൾക്കാർക്ക് 10-15ഓളം പേർക്ക് ഇരിക്കാൻ കഴിയും, പട്ടാളക്കാർക്ക്. അതിൻ്റെ പിന്നിലായി അണിനിരന്നുകൊണ്ട് സൈനികർ വരും. ഇതിനകത്ത് നല്ലൊരു മെഷീൻ ഗൺ ഉണ്ടായിരിക്കും ഇതിന് പുറത്തേക്ക്, അത് വെച്ചിട്ട് ഫയർ ചെയ്യാൻ കഴിയും. ഈ പറയുന്ന അത്യാവശ്യം റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻഫൻട്രിക്ക് വേണ്ട സംരക്ഷണം നൽകാനായിട്ടാണ് ആംഡ് ഇൻഫൻട്രി എന്ന് പറയുന്ന വിഭാഗമുള്ളത്. പിന്നെ ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പട അതുണ്ടാവും. എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാവും. എയർ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ വ്യോമാക്രമണം വന്നാലോ വിമാനങ്ങൾ വന്നാലോ ഒക്കെ തകർക്കാനുള്ള സംവിധാനമാണ്. അവിടെയാണ് ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നത്. ഈ എയർ ഡിഫൻസ് ടീമാണ്. പിന്നെ സ്പെഷ്യൽ ഫോഴ്സ് എന്താ ചെയ്യുന്നത്, ഒരു വിമാനത്തിൽ പറന്നുയർന്നതിന് ശേഷം പാരച്യൂട്ടിൽ റഡാറിൽ കിട്ടാത്ത രീതിയിൽ അവർ പറന്ന് ശത്രുവിൻ്റെ സൈന്യത്തിൻ്റെ പിന്നിലേക്ക് ഇറങ്ങി അവരെ പിന്നിൽ നിന്ന് ആക്രമിക്കും. ഇതാണ് സ്പെഷ്യൽ ഫോഴ്സ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം സംയോജിതമായി കൊണ്ട് നടത്തുന്ന ഒരു ആക്രമണ പദ്ധതിയാണ് ഓപ്പറേഷൻ. ഇപ്പോൾ മരുജ്വാല എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് നടന്നത്. മരുഭൂമിയിലെ അഗ്നി എന്നുള്ളതാണ്, മരുഭൂമിയിൽ പടർന്ന തീ. അപ്പോൾ രുദ്ര ബ്രിഗേഡ് ഇത്തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജോയിൻ്റ് ഓപ്പറേഷൻസാണ് നടത്തുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും അവർ തയ്യാറായിട്ട് നിൽക്കും. നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയർ ആക്രമണം നടത്താൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കമ്പ്യൂട്ടറിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നമ്മളുടെ പോർബിനുകൾ പറന്നുയർന്ന് ശത്രുവിനെ പോയി തകർക്കും. അതാണ് നമ്മൾ ആണവ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ശത്രുവിനെ പോയി അടിച്ച് തകർത്ത് ഒരു യുദ്ധം പൂർത്തിയാക്കി തിരിച്ചു വരാൻ ശേഷിയുള്ള വിഭാഗമാണ് രുദ്ര ബ്രിഗേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ സാക്ഷാൽ മഹാദേവൻ്റെ ഏറ്റവും ക്രോധോജ്വലമായിട്ടുള്ള ഒരു മുഖമുണ്ടല്ലോ, അതാണ് രുദ്രൻ എന്ന് പറയുന്നത്. ആ രുദ്ര
ഭാവത്തിലുള്ളതാണ് ഇത് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ആധുനിക ക്രമീകരണങ്ങളെല്ലാം ഈ പറയുന്ന ആർട്ടിലറി, മെക്കനൈസ്ഡ് ഇൻഫൻട്രി ബറ്റാലിയൻ, അതുപോലെ തന്നെ എയർ ഡിഫൻസ് ടീം, സ്പെഷ്യൽ ഫോഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സംവിധാനങ്ങൾ, ഇതെല്ലാം പുറമെ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ, പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനങ്ങൾ, AI നിയന്ത്രിത സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ സാങ്കേതിക തികവ് കൂടി ഇതിൻ്റെ കയ്യിലുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്, അതിവേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോകുന്നതിനെ പറ്റിയുള്ള സാറ്റലൈറ്റ് കാര്യങ്ങളെല്ലാം, അങ്ങനെ സർവ്വ രീതിയിലും സജ്ജീകരിച്ച് ഒരു യുദ്ധമുഖം ഒറ്റയടിക്ക് തുറന്ന് സൈന്യങ്ങൾ, ഈ പറയുന്ന ശത്രു സൈന്യങ്ങളെല്ലാം തുടച്ചു നീക്കി തിരിച്ചു വരാൻ കഴിവുള്ള ഒരു സേന. അങ്ങനെയാണ് നമുക്കതിനെ ചുരുക്കി പറയാൻ കഴിയുന്നത്. അവരാണ് ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തടക്കം അങ്ങേയറ്റത്തെ മികവ് തെളിയിച്ചു കൊണ്ട് മുന്നേറുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇതിനകത്ത് മിസൈലുകൾ സംവിധാനങ്ങളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്. ഇതെല്ലാം പരീക്ഷിക്കാനായിട്ടായിരുന്നു മരിജ്വാല എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം നമ്മൾ നടത്തിയതും. അത് വമ്പൻ വിജയമായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. രാജസ്ഥാനിലെ ജയ്സൽമീറിലുള്ള പാകിസ്ഥാൻ ബോർഡറിനടുത്തുള്ള മരുഭൂമിയിലായിരുന്നു ഇവർ ഈ പറയുന്ന ആക്രമണം നടത്തിയത്, അല്ലെ ഒരു അഭ്യാസം നടത്തിയത്. അതിൻ്റെ ഒരു SOP ക്രിയേറ്റ് ചെയ്തതാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ. അത് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതൊക്കെ തയ്യാറാക്കിപ്പെട്ടിരിക്കുന്നു, അതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ വമ്പൻ കരുത്ത്, ഇതിന് തൃശ്ശൂൽ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. തൃശ്ശൂലിനകത്ത് എല്ലാവരും ഉണ്ട്, വ്യോമസേന, കരസേന, ഈ പറയുന്ന നാവികസേന, ഇതെല്ലാം ഉണ്ട്. അവരുടെ എല്ലാ സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്. മാർക്കോസ് എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഏറ്റവും കരുത്തുറ്റ വിഭാഗവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗരുഡ് എന്ന് പറയുന്ന എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പാരച്യൂട്ട് കമാൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എലീറ്റ് ഫോഴ്സുകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മളുടെ രുദ്ര ബ്രിഗേഡിൻ്റെ ശക്തി പ്രകടനം. രുദ്ര ബ്രിഗേഡ് പൂർണ്ണ സജ്ജമായിരിക്കുന്നു. പാകിസ്ഥാന് ഇനി ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം പാകിസ്ഥാൻ ഇല്ലാതാവുമെന്നുള്ളതാണ്. അതിൻ്റെ സൈന്യം എല്ലാം നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ രുദ്ര ബ്രിഗേഡിന് കഴിയും. സർവ്വസജ്ജമായിരിക്കുകയാണ് ഇന്ത്യൻ സേന.